ഹായ് ഹലോ, ഞായറാഴ്ച വിശേഷങ്ങളാണേ. വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് കൊടുക്കാണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. സ്പഞ്ച് ചെയ്ത് വെച്ചിട്ട് പോകാമെന്നൊരു പ്ലാനിലാണ് കേട്ടോ. കാരണം പള്ളിയിൽ പോകണം എന്തായാലും. ഞാനോട്ടിന് ഇന്ന് സൺഡേ ക്ലാസ്സിൽ ചേർക്കുക. അങ്ങനെ ഷോപ്പിൽ വന്ന് ഞാൻ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ വെച്ചു കേട്ടോ. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ പോന്നു. വന്ന് വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായി ഞങ്ങളിത് പള്ളിയിലേക്ക് പോവാണേ. രക്ഷകനാം മശിഹാ ഞങ്ങൾ തൻ സൃഷ്ടാവാം ദേവാ കഞ്ഞിയെ കുറിച്ച് കഴിയുമ്പോൾ ചേച്ചിമാരും ആൻറ്റി കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ പൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പൊന്നൂനും ആകപ്പാടെ ഉറക്കമൊക്കെ ഒന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരോടൊക്കെ അകത്ത് വന്നിരിക്കാൻ പറഞ്ഞായിരുന്നേ. പക്ഷെ പറഞ്ഞത് ബാക്കിയുള്ള പിള്ളേരോടാട്ടോ. 1ാം ക്ലാസ്സിലുള്ള പിള്ളേരോട് പുറത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊട്ടേക്ക് അവിടെ വന്ന് നിന്നേ. ഇവിടെ വരുമ്പോൾ അവർക്ക് പൂച്ചെണ്ട് നൽകും, അതുപോലെ മധുരം കൊടുക്കും. സൺഡേ സ്കൂളിലെ കുട്ടികളായിട്ട് അവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഈ പ്രവേശനോത്സവത്തിന്റെ ക്രമീകരണങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോ കുട്ടികളും പള്ളിയകത്തേക്ക് കടന്നു വന്ന് ഈ ക്രമീകരണത്തിൽ പങ്കുകൊള്ളണമെന്ന് ഓർമ്മിക്കുന്നു. Savion M. Eldo. Ivania Mary Saju. Jenica Mariam Giger. Dia Mariam. Nihara Mariam Basic. Hazel Siagesh. ഇന്ന് ക്ലാസ്സില്ല, വേഗം വിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് നേരമായിട്ടും കാണാണ്ടായപ്പോൾ എനിക്ക് ടെൻഷനായി, കാരണം കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നൊന്ന് കൊണ്ടുവന്നാക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടനെ കൊണ്ടുവന്നാക്കിയായിരുന്നു കേട്ടോ. ഞാൻ വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നാനൂട്ടിയും വന്നു. അങ്ങനെ കേക്കിൻ്റെ കുറച്ച് പണി നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നിട്ട്, കാരണം നാനൂട്ടിക്കുള്ള ഫുഡ് എടുക്കാണ്ടാണ് പോയത്. അങ്ങനെ വീട്ടിൽ വന്ന് നാനൂട്ടിക്ക് ഫുഡ് കൊടുത്തു. കുഞ്ഞനുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് വർക്കുണ്ടായിരുന്നു, ചേച്ചി പാർലറിലായിരുന്നേ. അങ്ങനെ നാട്ടിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീണ്ടും ഷോപ്പിൽ വന്നു. കേക്കിൻ്റെ പണി ഏകദേശം തീർന്നപ്പോഴത്തേക്ക് ഞാൻ അവരെ വിളിച്ചു കേട്ടോ. ഒരു 5, 5:45 വരുമോ ചോദിച്ചിട്ട്. അവർ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവരിതേ കേക്ക് കേട്ട് പോയി. അവർ പോയ പാടെ ഞാൻ വേഗം വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നതേ നാനൂട്ടിക്ക് കഞ്ഞിയൊക്കെ തിളപ്പിച്ച് കൊടുത്തുള്ളൂ. അത് കുഞ്ഞു കല കേട്ടോ, കുറച്ച് ചോറിടണത്. അതേ പാൻറ്റിൻ്റെ ചമ്മാൻ്റെ ലേസ് മേടിച്ച് തന്നിട്ടുണ്ട്, സോസൊക്കെ ഇട്ട് തരാൻ പറഞ്ഞ്. അങ്ങനെ ഇത് നാനൂട്ടിക്ക് സോസൊക്കെ ഇട്ട് കൊണ്ട് കൊടുത്തു. ഈ പ്രഹസനം മാത്രം ഇട്ട് 2-3 സ്പൂൺ വെച്ചിട്ട് പിന്നെ അങ്ങ് നിർത്തിയിട്ടാണ്. ബാക്കി കഴിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ വേഗം നാനൂട്ടിനെ അങ്ങ് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നെബുലൈസ് ചെയ്യാൻ എത്തിയിട്ട് ചുമ അത്രയ്ക്ക് അങ്ങ് മാറിയിട്ടില്ലേ. അത് കഴിയുമ്പോൾ നാട്ടിൽ ബുക്കൊക്കെ റെഡിയാക്കും കേട്ടോ. ബാഗ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ ഇറക്കല്ലേ. പഴയ ബോക്സിൽ നിന്ന് പുതിയ ബോക്സിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഒരു കുഞ്ഞ് പെൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പെൻസിലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വേഗം പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് പിള്ളേർക്കൊക്കെ പെൻസിൽ കൊണ്ടുണ്ടായിരുന്നു. മാമിനൊക്കെ റെഡ് ഇങ്കിൻ്റെ പേന. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഞാനൊരു സ്റ്റഡി ടേബിൾ ഒന്ന് ഒതുക്കി കേട്ടോ. ആൻറ്റിക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് ഒരു ഓർഗനൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കൊക്കെ സെറ്റാക്കി. അങ്ങനെ അവിടെയൊക്കെ ഒതുക്കി. അപ്പോൾ അത്രയോടെ ഞായറാഴ്ച വിശേഷങ്ങൾ. ടാറ്റാ.